Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്ക് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു സ്നാക്കിന് ചെറിയൊരു എരിവോട് കൂടി കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒരു 10 മിനിറ്റിൽ താഴെ സമയം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഒരു 2-3 വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് തണുത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഇനി ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതും നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/2 കപ്പ് മാവാണ് ഞാൻ എടുക്കുന്നത്, അരിപ്പൊടി. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. ഇതിൻ്റെ അളവ് ഇരട്ടിയാക്കി എടുത്താൽ മതി. 1 കപ്പ് വെള്ളവും അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ പോയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉടച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ കരടൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒട്ടും കരടില്ലാതെ കറക്റ്റ് നന്നായിട്ട് നമുക്കത് ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് തണുത്തിരിക്കുന്നതുകൊണ്ട് ഈ മാവൊക്കെ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഇത് ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ഉരുളക്കിഴങ്ങും ആ അരിമാവിൻ്റെ മിക്സ് കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്.
ഈ ഒരു അളവിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കുമ്പോൾ നമ്മൾ ഇളക്കുന്ന ആ സ്പൂണിൽ ഒട്ടിയിട്ട് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടിയിരിക്കുകയാണെങ്കിൽ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് വിട്ട് വന്നോളും. എല്ലാ സൈഡും നല്ലൊരു കളറാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കാൻ ഇട്ടിട്ട് ബാക്കിയുള്ളത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ, എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്